ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രകാശാണ്. പ്രകാശ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തമിഴ്നാട്ടിലെ. ഇദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റാണ്, നക്കീരൻ മാഗസിൻ്റെ ആണ്. വളരെയധികം പ്രസക്തമായ പല റിപ്പോർട്ടുകൾ അദ്ദേഹം തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു പേഴ്സണൽ അടുപ്പം കൂടിയുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലെ പുതിയ സംഭവവികാസങ്ങളുണ്ട്. വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി, അതേപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പുതിയ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഹിന്ദി അവിടെ ഹോർഡിങ്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സിനിമയും മറ്റുമൊക്കെ ബാൻ ചെയ്യുന്ന ബില്ല്, അതിനെപ്പറ്റി ചോദിക്കുക. ഇപ്പോഴത്തെ തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ അവിടെ കേരളവുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പം അതിന് പ്രസക്തിയുണ്ട്. കാരണം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിദേശത്ത് പോയി ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP ഉള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട്. അപ്പം അതിന് പ്രാധാന്യമുണ്ട്. നമസ്കാരം പ്രകാശ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വണക്കം കേട്ടാ പ്രകാശ്. അപ്പം ഞാൻ ആദ്യം കാരണം അറിയേണ്ടത് നമസ്കാരം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. വണക്കം. ഓക്കെ. അപ്പം ബേസിക്കലി പ്രകാശ് മറ്റേ DMK-യുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ജേർണലിസ്റ്റാണ്, പ്രത്യേകിച്ച് സ്റ്റാലിനുമായിട്ടും ആ പാർട്ടിക്കാരുമായിട്ടും. കാരണം നിങ്ങളുടെ പത്രത്തിൻ്റെയും പോളിസി അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങളുടെ പോളിസി ഒരു ദ്രാവിഡിയൻ പോളിസിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം എനിക്കറിയാം പ്രകാശും സ്റ്റാലിനുമായിട്ടുള്ള അടുപ്പം, DMK-യുമായിട്ടുള്ള അടുപ്പം, ഇതൊക്കെ എനിക്കറിയാവുന്ന നേരിട്ട്. എൻ്റെ ചോദ്യം അത് ഈ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി, അതേപോലെ തന്നെ കരൂർ അപകടം, ഇത് വല്ല പ്ലാൻ ചെയ്ത് അങ്ങനെ വല്ല കോൺസ്പിറസി ഉണ്ട്? കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ് മറ്റേ ഫെലിക്സ് എന്ന് പറയുന്നയാൾ. പുള്ളിയെ പിൻവലിച്ച് ജയിലിലിട്ടേക്കുവാണ്. 2ാമത്തെ പ്രാവശ്യം പുള്ളി ജയിലിലിട്ടേക്കും. അതേപോലെ തന്നെ വന്നല്ലോ, അവന് ജയിലിലിട്ടില്ല, അറസ്റ്റ് ഇല്ല, എൻക്വയറി ചെയ്തിട്ട് അവൻ വിട്ടയച്ചോട്ടു. ജയിലിലിട്ടില്ല. ജയിലിലിട്ടില്ല. എന്നോട് പറഞ്ഞു ജയിലിൽ പോകുന്ന സാധ്യത എനിക്കറിയാം, സുഹൃത്താന്നറിയാം. അപ്പം ഈ ബേസിക്കലി ഈ വിജയുടെ കരൂരെന്ന് പറഞ്ഞ ആ സംഭവം, ആ റാലി, എന്തെങ്കിലും കോൺസ്പിറസിയോ ഗൂഢാലോചനയോ അതൊരു ഹൈക്കോർട്ടിന്റെ മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകാൻ കാരണം എന്താ പ്രകാശ്? സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത് നമ്മളെ IPL സ്റ്റാമ്പീഡ് പോലെയാണ്, പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റാമ്പീഡ്. IPL ബാംഗ്ലൂരിൽ സ്റ്റാമ്പീഡ് നടന്നു, ഒരു 11 പേര് മരിച്ചു. അതിൽ വിരാട് കോഹ്ലിയുടെ മേലിലൊക്കെ കേസുണ്ട്. അതിലൊരു പോലീസ് ഓഫീസർ സസ്പെൻഡ് ആയി. പക്ഷെ അങ്ങനെ ഒരു പോലീസ് ഓഫീസറും ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. എങ്കിലും വിരാട് കോഹ്ലിയുടെ മുകളിൽ കേസ് ഇട്ടതുപോലെ വിജയുടെ മുകളിലും കേസ് ഇട്ടിട്ടില്ല. ഇറ്റ് ഈസ് എൻ ആക്സിഡന്റൽ എന്ന് പറയുന്നത് എന്താ അറിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ആക്ടർ വന്ന് തടിച്ചു കൂടുമെന്ന് ജനങ്ങൾ, സണ്ണിറ്റ്യോൺ കേരളത്തിൽ വന്നാൽ ഇങ്ങനെ തടിച്ചു കൂടും ജനങ്ങൾ. അതുപോലെ ഒരു തടിച്ചു കൂടുകയാണ് എന്ന് പറഞ്ഞ്. അപ്പം പ്രകാശ് കാണുന്ന സണ്ണി ഡിയോളും വിജയ് ഒരേപോലെയാണ്. അല്ല, സണ്ണി ഡിയോളല്ലേ മറ്റേ പോൺ ആക്ടേഴ്സ്, അവരും വിജയ് ഒരേപോലെ രീതിയിലാണോ പ്രകാശ് കാണുന്നത്? പിന്നെ അതാണ്, വന്നവരെല്ലാം വിജയുടെ ആരാധകനല്ല, വിജയുടെ പാർട്ടി മെമ്പർ മാത്രമല്ല വന്നവര് പബ്ലിക്കാണ്. അപ്പം ഞാൻ പ്രകാശിനോട് ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാം ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഒരു വിജയെ പോലെയുള്ള ഒരാൾ, ഒരു നടൻ, പോപ്പുലറാണ്, അദ്ദേഹത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഇത്ര സമയത്തിന് വരുന്നു. ഇതെല്ലാം ബേസിക്കലി ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട അവിടുത്തെ പോലീസ് ഇൻ്റലിജൻസിനറിയാം ഇത്ര ആൾക്കാർ കൂടുമെന്നറിയാം, അയാൾ വരാൻ ലേറ്റ് ആകുമെന്നറിയാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഹെഡാണെന്നറിയാം. ഇതെല്ലാം നോക്കി അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പോലീസുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്. ഇവർക്കൊന്നും ഒരു മുൻധാരണയില്ലായിരുന്നു ഇത്രയും പേര് വരുമോ കൂടുമോ എന്നുള്ളത്. ഒരു മുൻധാരണ, ഇറ്റ് ഈസ് ഇന്റലിജൻസ് ഫെയിലിയർ ആണ്, സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ ടോട്ടൽ ഫെയിലിയർ ആണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നതോ? അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഇന്റലിജൻസ് ഫെയിലിയർ ആണ്. അവർക്ക് മുൻധാരണ ഇല്ലാതെ ഇരിക്കാൻ പറ്റൂലല്ലോ. അതാണ് കറക്റ്റ്. ഇരിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ഒരാൾ പറഞ്ഞു, മാത്യു സാറ് ചെന്നൈക്ക് വരണമെങ്കിൽ മാത്യു സാർ വന്നാൽ ആരെ കാണും, എവിടെ പോവും,
പ്രകാശിനെ കാണും, NR ഇളങ്കോയെ കാണും, മുഖ്യമന്ത്രിയെ പോലും പോയി നേരെ വിളിച്ച് വേണമെങ്കിൽ കാണൂ. അങ്ങനെ മാത്യു സാർ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന ധാരണ മാത്യു സാറിനെ കുറിച്ചേ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു വിജയ് എന്ന് പറയുന്ന ഒരു ആള് ശനിയാഴ്ച വരുന്നുണ്ട്. ശനിയാഴ്ച എന്ന് പറയുന്നത് ഇത് കൂലി കൊടുക്കുന്ന ദിവസമാണ്. 6 മണിക്ക് കൂലി കൊടുക്കും. 6 മണിക്ക് പിന്നെ അവൻ ടാസ്മാക്കിൽ പോകും. നല്ല 2 വീസിക്ക് അവൻ നേരെ വരുന്ന സ്ഥലം അവിടെ ബസ് ഗതാഗതം സ്തംഭിച്ചുപോയി. അവിടെ നിന്ന് കരൂരിൽ നിന്ന് ഒരു 30 ഗ്രാമത്തിൽ പോകുന്ന ബസ് ഗതാഗതം സ്തംഭിച്ച് നിൽക്കുകയാണ്. റോഡ് ബ്ലോക്കായി. എങ്കിൽ ആ ബസ്സിന് പോകുന്ന യാത്രക്കാരൻ 30 ബസ്സിന്റെ യാത്രക്കാരൻ അവന്മാരൊക്കെ എവിടെ വരും? കൂലി മേടിച്ചിട്ട് അന്നത്തെ കൂലി മേടിച്ചിട്ട് അവര് സിനിമയിൽ കണ്ട ഒരു താരം നേരിൽ വരുമ്പോൾ അങ്ങനെ കാണണം എന്ന ആഗ്രഹം കൊണ്ടുവരും. പിന്നെ അങ്ങനെ ആഗ്രഹം ഉള്ള ആൾക്കാരെ ഈ TVK എന്ന് പറയുന്ന പാർട്ടി അവര് ബസ് വെച്ച് വിടിച്ചിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന ക്രൗഡ് 20,000 പേര് വന്നിട്ടുണ്ട് അവിടെ. പിന്നെ വിജയുടെ കൂടെ ഒരു 40 കാർ വരുന്നുണ്ട്. 40 കാറിലും 5,000-6,000 പേര് വരുന്നുണ്ട്. പിന്നെ 2,000 ബൈക്ക്, മോട്ടോർ ബൈക്ക് വരുന്നുണ്ട്. വിജയെ സ്വീകരിക്കുന്നവര് ഒരു 500-700-1000 പേര് അവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു 10,000 പേരോട് വിജയ് വരുമ്പോൾ 20,000 പേര് നിൽക്കുന്ന ക്രൗഡില് ഈ 10,000 ചേരുമ്പോൾ 30,000 പേരാകുമ്പോൾ അവിടെ നിൽക്കാൻ പോരുത് ഇല്ലാതാവും. ഇവര് 7 മണിക്കൂറായിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വരും വിജയ്, ഇന്ന് വരും വിജയ്, ഇനിയും കുറച്ചു നേരത്തിൽ വിജയ് സംസാരിക്കാൻ പോകുന്നുണ്ടെന്ന് 12 മണിയിലിരുന്ന് ലോക്കൽ TVയിലിരുന്ന് സ്റ്റേറ്റ് ടെലിവിഷൻ വരെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ TVകൾ മീഡിയകളൊക്കെ കാണുന്നവരെല്ലാം അവിടെ തടിച്ചു കൂടും എന്ന ഒരു എക്സ്പെക്ടേഷനും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ വിജയെ അകത്ത് കൊണ്ടുവരാനേ ഇവര് ഒരു ചെറിയ ഒരു അടി നടത്തിയിട്ടാണ് ഇവര് ക്രൗഡിനെ മറിച്ചിട്ട് പോലീസ് അകത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വന്ന ഉടനെ വിജയ് പോലീസിന് വളരെ നന്ദി എന്ന് കൂവിയത്. അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇത്ര പേര് ഇവിടെ വരുമ്പോൾ ഇവര് ഇങ്ങനെ സ്തംഭിക്കും, ജനങ്ങൾ ചാവും എന്ന രീതിയിൽ സംഭവങ്ങൾ നടക്കും, സ്റ്റാമ്പീഡ് ഉണ്ടാവും എന്ന് അനുമാനിക്കാൻ ഒരു സ്റ്റേറ്റ് ഇന്റലിജൻസിന് പറ്റിയില്ലെങ്കിൽ അത് സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ ടോട്ടൽ ഫെയിലിയർ ആണ്. ഞാൻ ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ. അടുത്തൊരു പോയിന്റ് നോക്കട്ടെ. വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എങ്ങനെയുണ്ട് അയാളുടെ വേവ്സ്? അയാൾ ഒരു ഇൻഡിവിജ്വൽ ബേസ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് DMK അല്ലാതെ ADMK അല്ലാത്ത UNIP അല്ലാത്ത ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാനാണ് അയാളുടെ ശ്രമം. അയാൾ തന്റെ പെരിയാറിനെ ഗുരുവായിട്ട് എടുത്ത് ഞാൻ BJP അല്ല എന്നെ പ്രസ്താവിച്ചു, ഞാൻ DMKക്ക് എതിരാണെന്ന് പ്രസ്താവിച്ചു, ഞാൻ ADMKയും ശരിയില്ല എന്ന് പ്രസ്താവിച്ചിട്ട് ഞാനൊരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ രാഷ്ട്രീയത്തിന് വന്നത്. അല്ല, എൻ്റെ ചോദ്യം അതല്ല. അപ്പം ഈ പറയുന്ന വിജയ്ക്ക് അവിടെ തമിഴ്നാട്ടിൽ ഈ നമ്മളെ കരൂരിൻ്റെ സംഭവമൊക്കെ മാറ്റി വെക്കുക, ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ? വിജയ്ക്ക് ഇതുവരെ ഒരു ചെറിയ ഇലക്ഷനിൽ പോലും വിജയ് നിന്നിട്ടില്ല. നോട്ട് ഈവൻ കൗൺസിലർ ഇലക്ഷൻ വരെ വിജയോ വിജയുടെ ആൾക്കാരോ വിജയുടെ പാർട്ടിയോ നിന്നിട്ടില്ല. 2021 വിജയുടെ ഒരു ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ജയലളിതയെ സപ്പോർട്ട് ചെയ്തു, ജയലളിതയ്ക്ക് അനിൽ പോലെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു, ശ്രീരാമന് അനിൽ ചെയ്തതുപോലെ, അനിൽ മലയാള ശരിയായ വാക്ക് എനിക്ക് അറിഞ്ഞൂടാ, അനിൽ ചെയ്തതുപോലെ പോലെ ഞങ്ങൾ രാമറിന് അന്നം ചെയ്തതുപോലെ. അപ്പോൾ രാമർ ഒരു 3 വര വരയ്ക്കുന്നു മുതുകില്. അത് ഞങ്ങൾ ജയലളിതയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോ ADMKയുടെ
സ്റ്റേറ്റ്മെന്റ് അയാളുടെ കയ്യിലുണ്ട്. ഹീസ് എ ഫ്രണ്ട് ഓഫ് രാജീവ് ഗാന്ധി. ഹീസ് എ ഫ്രണ്ട് ഓഫ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി is very close friend of him. KC വേണുഗോപാലിന്റെ അടുത്ത ഫ്രണ്ട്. അങ്ങനെയൊക്കെ ചില പൊളിറ്റിക്കൽ വഴിത്തിരിവുകളൊക്കെ വിജയ്ക്കുണ്ട്. പക്ഷെ ബട്ട് വിജയ്ക്ക് എത്ര സപ്പോർട്ട് ഇരിക്കണേ അത് ഇലക്ഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ല, അതല്ല എൻ്റെ ചോദ്യം, അതല്ല. പ്രകാശ് ശരിക്കും തമിഴ്നാട് പൊളിറ്റിക്സും ഒക്കെ നോക്കുന്നയാളാണ്, അറിയാവുന്നയാളാണ് ഡെപ്തായിട്ട്. അപ്പം ഈ ജനങ്ങളുടെ ഒരു മൂവ്മെൻ്റ് അയാളെ കാണാനും എടുക്കാനും ആ ഒരു വേവ്, ഒരു തരംഗം വല്ലതും ഉണ്ടോ ഇല്ലയോ, അതാണ് ചോദ്യം. അയാളെ കാണാൻ ഭയങ്കര തരംഗം ഉണ്ടായിരുന്നു. MGR കാണാൻ ഭയങ്കര തരംഗം ഉണ്ടായിരുന്നു. MGR എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയുടെ ജനങ്ങളുടെ വിശ്വസ്തനായിരുന്നു. പക്ഷേ MGR ഒരു വലിയ ഹാർഡ് വർക്ക് ചെയ്തെടുത്തു. DMKയിൽ ഇപ്പോൾ MLA ആയി 25 കൊല്ലം DMKയിൽ പ്രവർത്തിച്ച ആളാണ് MGR. അതിന് പിന്നെയാണ് അവര് തനിയായിട്ട് പോകുന്നത്. അതെ 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് പാർട്ടി സ്റ്റാർട്ട് ചെയ്ത പിന്നെ ചുമ്മാ ഇരുന്നില്ല MGR. മുഴുവൻ തമിഴ്നാട് മുഴുവനും വോട്ട്. അപ്പോഴൊക്കെ റോഡൊക്കെ ഒന്നും ഇല്ലല്ലോ അത്ര. സിംഗിൾ റോഡുകൾ, അങ്ങനത്തെ റോഡുകളിലൊക്കെ കയറി ഇറങ്ങി തമിഴ്നാട് മുഴുവൻ ചുറ്റി കറങ്ങി ആൾക്കാരെ കണ്ട് അവരെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ ഒരു വലിയ കരുണാനിധി എന്ന് പറയുന്ന ഒരു ആളിനെ എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈസ് എ വെരി ബിഗ് ജേർണലിസ്റ്റാണ് കരുണാനിധി. അയാളെ എതിർത്ത് നിൽക്കുക എന്ന് ഒരു സാധാരണ കാര്യമല്ല. അത്രയും പഠിപ്പ് പോലും ഇല്ലാത്ത MGR, വെറും സിനിമ കഥാനായകൻ മാത്രം. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ എതിർത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പാർട്ടി ഉണ്ടാക്കി അയാള് തമിഴ്നാട് നീളം നടന്ന് ഒക്കെ ഹിസ് വർക്ക് വാസ് വെരി ഹാർഡ്. അങ്ങനെ ഒന്നും വിജയ് വെക്കാൻ അല്ല, അതല്ല അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്പെസിഫിക് ചോദ്യം. അപ്പം ഈ തമിഴ്നാട്ടിലെ സിനിമാക്കാര് രാഷ്ട്രീയത്തിൽ വന്നാലുള്ള ഫ്യൂച്ചർ ഇല്ല എന്നാണോ പറയുക? കാരണം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ മറ്റേ ആള് ഒന്നുമല്ലാതായിപ്പോയി. അതേപോലെ തന്നെ കമലഹാസൻ തമിഴ്നാട് പൊളിറ്റിക്സിൽ വന്നു, അയാൾ വലിയ ബിഗ് സീറോ ആയി. അപ്പം ഇനി അങ്ങനെയുള്ള പോസിബിൾ ചാൻസ് തമിഴ്നാട്ടിൽ ഇല്ല എന്നാണോ പ്രകാശിന്റെ ധാരണ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. മുഴുവൻ റൂൾ ഔട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ ഫിനോമിന ആണ്. ഇപ്പോഴ് ഒരു കാര്യം ഇപ്പോഴേ MGRനെ ഇന്ദിരാഗാന്ധി ഡിസ്കസ് ചെയ്തപ്പോഴേ MGR ജനങ്ങളെടുത്ത് പോയി. ഞാൻ എന്നെ തവറ് ചെയ്തേൻ മക്കളെ എന്നാണ് ചോദിച്ചത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് എന്തിനീ പണിഷ്മെന്റ് എന്നാണ് MGR ചോദിച്ചത്. ഞാൻ എന്നെ തവറ് ചെയ്തേൻ മക്കളെ എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ ആ ചോദ്യം സോഷ്യൽ വേവ്ലെങ്തിന്റെ ഒപ്പം ഇരുന്നു. ജനങ്ങള് ഇന്ദിരാഗാന്ധി ചെയ്തത് തെറ്റെന്ന് ഫീലായി അവർക്ക്. അപ്പോഴേ അവര് തിരിച്ച് ഗവൺമെന്റിനെ MGRനെ കൊടുത്തു. ഡിസ്മിസ് ചെയ്ത ഗവൺമെന്റ് MGR റീറ്റെയിൻ ചെയ്തു. അയാൾ ജയിച്ചു. അതുപോലെ ആരാണെങ്കിലും ഇരിക്കട്ടെ, പക്ഷെ ഒരു തരംഗം വന്ന് ആ വേവില് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ ഐഡന്റിറ്റീനെ കൊണ്ടുപോയാൽ നിങ്ങൾ ജയിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ DMK ഗവൺമെന്റിനെ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു വേവ് തമിഴ്നാട്ടിൽ ഉണ്ടെങ്കിൽ ആ വേവില് വിജയ് വന്നാൽ വിജയാണ് ഹീറോ. ഓക്കെ, ആ വേവ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പം സ്റ്റാലിൻ ഇപ്പം അടുത്ത വർഷം ഇലക്ഷൻ നേരിടാൻ പോവാണ് DMK ഗവൺമെൻറ്. അവിടെ AIDMK എടപ്പാടി പളനിസ്വാമിയുടെ AIDMKക്ക് ഇനിയും വരാനുള്ള പ്രസക്തി ഉണ്ടോ ഇല്ലയോ? ഇല്ല, എല്ലാന്നേ തോന്നണേ. എന്തെന്നാൽ AIDMK കനിച്ച് നിന്ന് 20% വോട്ട് മേടിച്ചു. BJP ഇല്ലാതെ BJP മുക്ത് AIDMK. എന്നാൽ എടപ്പാടി തനിച്ച് നിന്ന് ഒരു 20% വോട്ട് നേടി. എടപ്പാടി മുക്ത് അലയൻസ് എന്ന് പറഞ്ഞ് TTV ദിനകരൻ, O പന്നീർസെൽവം, അണ്ണാമലൈ ഇവരൊക്കെ നിന്ന് they secured 18% വോട്ട്. രണ്ട് ഇടക്ക 38% വോട്ട് വരും. പക്ഷേ
ദിനകരൻ ഓപ്പോസിറ്റ് ടു എടപ്പാടി, അണ്ണാമലൈ ഈസ് ഓപ്പോസിറ്റ് ടു എടപ്പാടി, OPS is opposite to എടപ്പാടി, ശശികല is opposite to എടപ്പാടി. ഇങ്ങനെ ഒരു ഭിന്നത ADMK ക്യാമ്പിൽ വലിയതായിട്ടുണ്ട്. ഉണ്ട്. പിന്നെ അല്ല, അപ്പോൾ ആ ഒരു ചാൻസിൽ എൻ്റെ ഇന്റർവ്യൂ ചെയ്യുക, അപ്പോഴും വിജയ്ക്ക് ഒരു പോസിബിൾ ഓപ്ഷൻ ഇല്ലയോ? അതിന് വിജയ് ഒരു പോസിബിൾ ഓപ്ഷൻ തന്നെ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് റൂൾ ഔട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ വിജയ് ഇതുവരെ എക്സ്പെരിമെന്റ് ചെയ്യാത്ത അൺപ്രൂവൺ അൺടെസ്റ്റഡ് ഫോഴ്സ് ആണ്. വിജയ് എങ്ങനെ വരും, എങ്ങനെ പോവും, ഈ വരുന്നത് ഒരു പുലി എന്ന് കാണും. അത് പൂച്ചയാണോ പുലിയാണോ ഇല്ല സിംഹമാണോ ഒന്നും അറിഞ്ഞുകൂട. വരുന്ന ഒരു സബ്ജക്റ്റ് വരുന്നത് മാത്രം കാണാൻ പറ്റുന്നു, ഫീൽ ചെയ്യാൻ പറ്റുന്നു. അത് എന്താണെന്ന് അറിയാനായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഏത് ഫോർമുലയും ഇതുവരെ ടെസ്റ്റഡ് അല്ല. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത്, ഈ അടുത്ത സമയത്ത് നാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്തു, സ്റ്റാലിൻ ഗവൺമെന്റ് പുതിയ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഹിന്ദി, അവിടുത്തെ മൂവീസ്, സോങ്സ്, ഹോർഡിങ്സ് ഇതൊക്കെ ബാൻ ചെയ്യാൻ പോവുക. ഇത് വെറും ഗിമിക്സ് ആണോ അതോ ഇവരിങ്ങനെ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവം കൊണ്ടുവരാൻ? ഇല്ല, ഹിന്ദി മൂവീസ് ഒന്നും ബാൻ ചെയ്യാൻ പറ്റുകയില്ല. ഹിന്ദി മൂവീസ് എങ്ങനെ, എല്ലാവരും ഹിന്ദി മൂവീസിന്റെ വ്യൂവേഴ്സ് ആണ്. മൂവി സീയിങ് ഈസ് സംതിങ് ഡിഫറെന്റ് ദാൻ എനി ലാംഗ്വേജസ്. ഹിന്ദി ഹോർഡിങ്സ് വേറെ, ഹിന്ദി മൂവിങ്സ് വേറെ, ഹിന്ദി ഇമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം വേറെ. ഹിന്ദി ഇമ്പോസിഷൻ വന്ന് എല്ലാവരും ഒബ്ജക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ 2 ഭാഷയേ ഉള്ളൂ, ഇംഗ്ലീഷും തമിഴും മാത്രമേ ഉള്ളൂ, 2 ഭാഷയേ ഉള്ളൂ. ഹിന്ദി ഞങ്ങള് 67 ഒന്ന് തമിഴ്നാട്ടിൽ 60-70 മാറിയിട്ടില്ലയോ തമിഴ്നാട്? ഇല്ല. ഞാൻ എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഹിന്ദി എവിടെ പഠിപ്പിച്ചാൽ, എൻ്റെ ഒരു സംശയമാണ്, ഒരു നാഷണൽ ലാംഗ്വേജ് ആണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയെ, അതവിടെ പഠിക്കുന്നതിൽ എന്താണ് പ്രകാശക്കുഴപ്പം? ഞാൻ BJP കാരൻ പറയുന്ന രീതിയിലൊന്നുമില്ല, എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അവിടെ ഹിന്ദി പഠിച്ചാൽ എന്താണ് കുഴപ്പം? ഹിസ്റ്റോറിക്കലായിട്ട് മലയാളം എന്ന് പറയുന്നത് തമിഴും സംസ്കൃതവും കലർന്ന ഒരു ഭാഷയാണ്. അതാണ് മലയാളം. പച്ച മലയാളം ഇസ് ഈക്വൽ ടു കൊടുന്തമിഴാണ്. കൊടുന്തമിഴാണ് പച്ച മലയാളം. ഇന്നും കേരളം എന്ന് പറയുന്ന രാജ്യം തമിഴ്നാട്ടിന്റെ ചേര രാജ്യമാണ്. അതെ, കൊച്ചിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചേര രാജാവിന്റെ തുറമുഖമാണ് കൊച്ചി. അതാണ് കൊച്ചിൻ ഇന്ന് വരെ ഈ സാൻസ്ക്രിറ്റൈസേഷനെ അലോ ചെയ്തത് കൊണ്ട് തമിഴ് എന്ന് പറയുന്ന ഭാഷ മാറി മലയാളമായിട്ട് വഴിത്തിരിവായിട്ട് പോകുന്നുണ്ട്. മലയാളത്തിൽ അച്ചടി ഭാഷ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ഇല്ലാതെ ഞങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയാണ് മലയാളം, അച്ചടി ഭാഷ. when it comes to text. അതുപോലെ തമിഴ് എന്ന് പറയുന്നത് തൻ്റെ യുണീക്ക് ഐഡന്റിറ്റിയെ ഇത്ര കൊല്ലും, 2000, 3000, 4000 കൊല്ലും ഈ നോർത്ത് ഇൻവേഷനിലിരുന്ന് തമിഴ് തൻ്റെ ഐഡന്റിറ്റിയെ പ്രിസർവ് ചെയ്തു വന്നിരിക്കുന്നത് ബൈ ഫൈറ്റിംഗ് സാൻസ്ക്രിറ്റ്. ഇപ്പോൾ മോഡേൺ ടൈംസിൽ ഒരു ഇംഗർസാൽ എന്ന് പറഞ്ഞ ഒരു അയർലൻഡുകാരൻ ഉണ്ടാക്കിയ ഭാഷയാണ് ഹിന്ദി. അത് ഹിന്ദി എന്ന് പറയുന്നത് മിക്കവാറും ജനങ്ങൾ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് ടൂളാണ്. അതിന് ഭയങ്കര ഹിസ്റ്ററി ഒന്നും ഇല്ല. പക്ഷെ തമിഴിന് ഭയങ്കര ഹിസ്റ്ററി ഉണ്ട്. 10 പാട്ട്, 8 തൊകை, 15 കണക്ക്. സിലപ്പതികാരം എന്ന് പറയുന്ന ഒരു ഇലക്കിയം ഉണ്ടായത് കേരളത്താണ്. ചേരൻ ചെങ്കുട്ടുവനും ചേരമ്മാൻ ഇളങ്കോവനും ഉണ്ടാക്കിയതാണ് സിലപ്പതികാരം, കണ്ണകിയുടെ കഥ. അതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി. അങ്ങനെയാണ് വരുന്നതെല്ലാം. സോ ഹിന്ദി ഇമ്പോസിഷൻ എന്ന് പറയുന്നതിന് നമ്മൾ അപ്പോസ് ചെയ്യുന്നത് രീതിയിൽ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന ഗുണകാരണം ഇന്നുവരെ തമിഴ് സിനിമ എന്ന് പറയുന്നത് തനിച്ച് നിൽക്കുന്നുണ്ട്, തമിഴ് ലിറ്ററേച്ചർ തനിച്ച് നിൽക്കുന്നുണ്ട്. വേറെ രാജസ്ഥാനി ലിറ്ററേച്ചറോ മറ്റേ നോർത്ത് ഇന്ത്യൻ ലിറ്ററേച്ചറോ
നിങ്ങൾ ബിഹാരിയിൽ ഭോജ്പൂരി ഉണ്ട്. അത് അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. പിടിച്ച് നിൽക്കുന്നുണ്ട്. തമിഴ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങളതായ ഐഡന്റിഫിക്കേഷന് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടേതായ ചോറ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഞങ്ങളിപ്പോ വില കൂടിയ അരി തിന്നാതിരിക്കാം, വില കൂടിയ കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാം. പക്ഷെ ഞങ്ങള് വീട്ടിൽ കഞ്ഞി കൊടുത്തു. അത് ബേസിക്കലി ഈ തമിഴ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പൊ 1967-60 എടുക്കുവാണെങ്കിൽ അതൊരു തമിഴ് പൊളിറ്റിക്കൽ ഗെയിൻ്റെ ഭാഗവും കൂടെ അല്ലയോ? തമിഴ് പൊളിറ്റിക്കൽ അത് അഡ്വാൻസ് ചെയ്ത് അതൊരു ഗെയിമിന്റെ ഭാഗവും കൂടെ അല്ലയോ? ഗെയിമില്ല, അത് ഫീലിങ്സ് ആണ്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ തമിഴ് പൊളിറ്റിക്സിലെ തമിഴ് പൊളിറ്റീഷ്യൻസ് നോക്കിയത് ഈ ജാതി, വർണ്ണാശ്രമം, ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ സാൻസ്ക്രിറ്റൈസ്ഡ് ബ്രാഹ്മണന്മാര് കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അത് എതിർത്ത ഒരു ഈവന്റ് ആയിരുന്നു. അതില് ഹിന്ദി, ഒപ്പോസിങ് ഹിന്ദിയും അതിലൊരു പാർട്ടാന്നേ ഉള്ളൂ. അതായത് ബേസിക്കലി സനാതന ധർമ്മത്തെയാണ് എതിർത്തത്. സനാതന ധർമ്മത്തെയാണ് എതിർത്തത്. നോർത്ത് ഇന്ത്യൻ സനാതന ധർമ്മം, ജാതിയിൽ പിന്നോക്കക്കാര്, നിങ്ങൾ മുകളിലിരിക്കണോ, ഞാൻ താഴെ ഇരിക്കണോ, ഞാൻ ഗോലിന്റെ അകത്ത് പോകാൻ പാടില്ല, പുറത്ത് നിൽക്കണം എന്നൊക്കെ വന്ന രീതിയിൽ എതിർത്തതാണ് ദ്രവിഡിയൻ മൂവ്മെന്റ്. ദ്രവിഡിയൻ മൂവ്മെന്റിനും കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനും ഉള്ള വ്യത്യാസം, കമ്മ്യൂണിസ്റ്റുകാർ ക്ലാസ് ആയിട്ട് കണ്ടത്, ദ്രവിഡിയൻ മൂവ്മെന്റ് കാസ്റ്റ് ആയിട്ട് കണ്ടത്. അതാണ് ക്ലാസ് മെയിനായിട്ടുള്ള വ്യത്യാസം. എന്തിനുള്ള വ്യത്യാസം? അതായത് ബേസിക്കലി ദ്രവിഡിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആയില്ലേ? ബേസിക്കലി റവല്യൂഷണറി മൂവ്മെന്റ്, ബേസിക്കലി പ്രോ കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷെ കമ്മ്യൂണിസത്തിനേക്കാളും ഇത് വേർതിരിഞ്ഞതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ പണക്കാരൻ, പാവപ്പെട്ടവനെന്ന് നോക്കി. പക്ഷെ ഇവര് അവരുടെ സ്വർണർ എന്ന് രീതിയിൽ ഇരിക്കുന്ന കാര്യത്തിന് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ 19th സെഞ്ചുറി വരെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ മോശമായ കാര്യങ്ങളും അവിടെ നടപ്പിലായിരുന്നു. ഇവിടെ അതൊക്കെ അടിച്ച് പൊളിച്ച് മാറ്റി കൊണ്ടുവരാൻ പറ്റിയ ജസ്റ്റിസ് പാർട്ടി, ദ്രവിഡിയൻ പാർട്ടി, ദെൻ DMK, ദെൻ ADMK, എവരിബഡി. നിങ്ങൾ ആരെ എടുത്താലും ഇൻക്ലൂഡിങ് ADMK, they cannot go back to Hindi. ഞാൻ ഒരു കാര്യത്തിൽ BJP അവിടുത്തെ ആൾക്കാർ പറയുന്നതൊന്നും എനിക്കും അറിയാൻ നടക്കത്തൊന്നുമില്ല. ഹിന്ദിയിലോട്ട് ഒരു കാരണവശാലും തമിഴ്നാട് പോകുന്ന കാര്യം നടക്കില്ല എന്ന കാരണം അവിടെ അറിയാവുന്ന പിന്നീട് എന്തിനാ അവരിത് ട്രൈ ചെയ്യുന്നത്? അവർ ട്രൈ ചെയ്യും. അവർ എപ്പോഴും നിങ്ങൾ കേരളത്തിൽ ഒരു വിഭാഗം ക്രിസ്ത്യൻസിനെ അവർ കൈക്കുള്ളാക്കി അവർ ട്രൈ ചെയ്തില്ല. ദേ വിൽ ട്രൈ എവറിത്തിങ്. ഇപ്പോഴും വിജയിനെ ട്രൈ ചെയ്യുന്നതും, വിജയ് ഒരു RC ആണ്, കാത്തലിക് ക്രിസ്ത്യൻ ആണ്. കാത്തലിക് ക്രിസ്ത്യൻ, ഹിസ് നെയിം ഈസ് ജോസഫ് വിജയ്. കാത്തലിക് ക്രിസ്ത്യൻ ആണ്. അവർ കൂടെ ഇരിക്കുന്ന മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു ലാട്ടറിക്കാരൻ, അവനും കാത്തലിക് ക്രിസ്ത്യൻ ആണ്. ഇതൊരു കാത്തലിക് ക്രിസ്ത്യൻ ലോബിയാണ്. ആ ലോബി ഇപ്പോഴും ഒരു CBI എൻക്വയറി, മറ്റു കാര്യങ്ങൾ, മറിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ ലോബീനെ കൈക്കുള്ളാക്കിയിട്ട് ADMK, വിജയ്, BJP എന്ന് പറയുന്ന ഒരു സംഗമത്തിനെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ട് ഒരു കൺസോർട്ടിയം അല്ലേ? എങ്ങനെ കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യൻസ് അവർ കൺസോളിഡേറ്റ് ചെയ്തു, അതുപോലെ ഇവിടെ RC എന്ന് പറയുന്ന ക്രിസ്ത്യൻസ് മാതാവിനെ കുമ്പിടുന്ന ക്രിസ്ത്യൻസ് അവരെ. പക്ഷെ എന്റെ ഒരു കണക്കനുസരിച്ച് തമിഴ്നാട്ടിലെ കാത്തലിക് ക്രിസ്ത്യൻസിനേക്കാളും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് അല്ലേ ബേസിക്കലി? അവർക്ക് ഭയങ്കര സ്വാധീനമില്ലേ? അവർക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. അവരിൽ ഉള്ളത് ദലിത് ക്രിസ്ത്യൻസ് ആണ്. അതെ ദലിത് ക്രിസ്ത്യൻസ് അവരത് അംഗീകരിക്കത്തില്ല. ആ ദലിത് ക്രിസ്ത്യൻസ് തിരുമാവളവന്റെ കൂടെ ഇരിക്കുന്നത്. ആ തിരുമാവളവന്റെ കൂടെ ഇങ്ങനെ ദലിത് ക്രിസ്ത്യൻസിനെ
ഒരു ക്രിസ്ത്യാനി ചീഫ് മിനിസ്റ്ററാക്കി വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വെച്ച് അവരെ ആർവൈസ് ചെയ്യാനുള്ള ശ്രമവും വിജയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. രണ്ട് രീതിയിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലെന്തെന്നാ ക്രിസ്ത്യാനിറ്റി ഇൻ ദ ഫോം ഓഫ് ഹിന്ദുത്വ, ഹിന്ദുത്വ ഇൻ ദ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി. യേശുവിന്റെ അങ്കിയില് അകത്തിരിക്കുന്നത് വില്ലു വെച്ച രാമറാണ്. ഓക്കെ, അങ്കി മാത്രം ജീസസ് ആണ്. ഓക്കെ, ജീസസിന്റെ അങ്കിക്ക് അകത്തിരിക്കുന്നത് രാമപുരാനാണ്, രാമറാണ്. അങ്ങനെയാണോ അത്? വേറെ ഇപ്പം എൻ്റെ ഒരു കണക്കനുസരിച്ച് തമിഴ്നാട്ടിലെ ദളിത് ക്രിസ്ത്യൻസ് ശരിക്കും സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ആ ദളിത്സിനെ മറ്റേ ആ DMKയുടെ ആ പറയുന്ന ഈ അത് തന്നെയാണ് അതിന്റെ കാരണം. മൈനോറിറ്റി, not only Christians and minority constitute 11% of the vote. ഒരു പോളിംഗ് ബൂത്തില് DMKക്കും ADMKക്കും ഉള്ള ഡിഫറൻസ്, DMK സ്റ്റാർട്ട്സ് ബൈ 11. അതിലൊന്ന് വോട്ട് DMKക്ക് കൺസോളിഡേറ്റ് ആയിട്ട് അവിടെ ഇരിക്കും. മറ്റവര് അപ്പോസിഷൻ പാർട്ടീസ് വന്ന് ആ 11 കോമ്പൻസേറ്റ് ചെയ്യാനാണ് അവർക്ക് ഭയങ്കര കഷ്ടമായ കാര്യം. സോ ആ 11 കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് കിട്ടിയ ഒരു സാധനമാണ് വിജയ്. ക്രിസ്ത്യൻ ബൈ നേച്ചർ, ബൈ ബർത്ത് ഈസ് എ ക്രിസ്ത്യൻ. അവനെ വെച്ച് ആ മൈനോറിറ്റി വോട്ട് ബാങ്ക് DMKയുടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന BJPയുടെ ശ്രമമാണ് ഇത്. കഴിഞ്ഞിട്ട് ഈ ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അപ്പൊ അയാളുടെ ഇമേജ് വർദ്ധിച്ചിട്ടുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ഇമേജേ ഇല്ല, ഇതിട്ടല്ലേ വർദ്ധിപ്പിക്കുന്നു. See, it is an image of a DMK, it is an image of Kalanjan, it is an image of Stalin and everybody. That is the thing. It is an image of a party. ഇതിൽ ഉദയനിധി ഇല്ല. അതിന്റെ അവന്റെ ഇൻപനീതി വന്നാലും it is an image of a Dravidian movement. It is 100 years old. ബേസിക്കലി പാർട്ടി ഇമേജ് ആണല്ല, ഇൻഡിവിജ്വൽ ഇമേജ് അല്ല DMKയുടെ. ഇമേജ് ഇല്ല. പക്ഷെ ഈ പറയുന്ന സ്റ്റാലിന്റെ ഫാമിലി ആണല്ലോ കംപ്ലീറ്റ് റൂൾ ചെയ്യുന്നത്. സ്റ്റാലിന്റെ ഫാമിലി കംപ്ലീറ്റ് റൂൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ശരിയാണ്. എങ്ങനെയാ ഇപ്പോഴോ പറയാ, പിണറായി വിജയന്റെ കുടുംബമല്ലേ കേരളം ഭരിക്കുന്നത്, അതുപോലെ പറയാം. അവരല്ലേ ഭരിക്കുന്നത്, അവരല്ലേ അധികാരത്തിൽ വരുന്നത്, അധികാരത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എല്ലാമേ അവരായിരിക്കാം. പക്ഷെ ദറ്റ് ടു എ ലിമിറ്റ്. പക്ഷെ അതിനെക്കാട്ടിലും സ്വാധീനം ചെലുത്തുന്നത് ഈ ഫോർവേഡ് കാസ്റ്റ് അല്ലാതെ കമ്മ്യൂണിറ്റി, മറ്റവര് ദലിതുകൾ, മൈനോറിറ്റി, ഇവരൊക്കെയാണ് ഇതിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതാണ് ഈ ഗവൺമെന്റിന്റെ നേച്ചർ. ഇറ്റ് ഈസ് എ ദ്രവിഡിയൻ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് എ ദ്രാവിഡൻ മോഡൽ ആസ് സ്റ്റാലിൻ സേസ്. അങ്ങനെയാണ് ഇതിന്റെ ഇത് നോക്കാം. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ തമിഴ്നാടിൻ്റെ GDP ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസും അതേപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന കമ്പനികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന തമിഴ്നാട്ടിലാണ്. തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തിന് എന്ത് കിട്ടാത്ത പ്രകാശ്? കേരളത്തില് അവര് ആദ്യം അതാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന ഭയങ്കര മിസ്റ്റേക്ക് അതാണ്. ഇവിടെയും കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഞങ്ങള് അതിർത്തി പ്രദേശങ്ങളിൽ, കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ എപ്പോഴും ജയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ഉണ്ട്. അത് ഇതുവരെ സൈക്കിളിൽ പോണ അത്രേ റോഡ് ഇത് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ നോക്കണം. ഇന്ത്യയില് കമ്മ്യൂണിസ്റ്റുകൾ വന്ന് ചൈന കമ്മ്യൂണിസ്റ്റുകളെ പോലെയോ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റുകളെ പോലെയോ അറ്റ്ലീസ്റ്റ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റുകളെ പോലെയോ ഒരു വ്യത്യാസമായ ഒരു ചിന്തയെ ഇന്ത്യൻ കമ്മ്യൂണിസം കൊണ്ടിരുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് ഇതുപോലും അറിഞ്ഞുകൂടാ. ഇവിടെ ജാതിയാണ് പ്രധാനം, വർഗം എന്ന് പറയുന്നത് അടുത്തതാണ്. തൊഴിലാളി വർഗം, മുതലാളി വർഗം എന്ന് പറയുന്നത് അടുത്തതാണ്. ഇവിടെ ജാതിയാണ് പ്രധാനം. ഇവിടെ ഇവര്
തന്തൈ പെരിയാർ റിഫോമിസ്റ്റ് അയാളെ കയ്യിലെടുക്കാനായിട്ട് 1996, 98 തന്തൈ പെരിയാറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ നിറയെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവര് ഇന്ത്യയായിട്ട് കണ്ടില്ല, അവർ വ്യത്യാസമായാണ് അവര് കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ, തമിഴ്നാട് പറയുന്നത് കാമരാജിന്റെ റൂളില്, കോൺഗ്രസിന്റെ റൂളില് ആദ്യ ഇൻഡസ്ട്രിയലൈസേഷന്റെ അടിത്തറ വിട്ട്, ആ അടിത്തറത്തിന് അങ്ങനെ DMKയും ADMKയും എല്ലാവരും ഇൻക്ലൂഡിങ് ജയലളിത വരെ കൊണ്ടുപോയി, മോഡി കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, എല്ലാ ഇൻവെസ്റ്റ്മെന്റും വന്നത്. ഞങ്ങള് ഹിന്ദി പഠിച്ചില്ല, പക്ഷെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചു. എല്ലാവരെ കാട്ടിലും ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചു. ചെന്നൈക്കാരൻ ഇംഗ്ലീഷ്, ഇപ്പൊ ഞാൻ ചെന്നൈ ബോണാണ്, എന്റെ ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അത് ആക്സെപ്റ്റ്, പ്രൊനൗൺസിയേഷൻസ് എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവും. കേരളത്തെ പോലെ കോഫി എന്നോ ഓഫീസ് എന്നോ നിങ്ങൾ, കോഫി ഈസ് കോഫി, ഓഫീസ് ഈസ് ഓഫീസ്, അങ്ങനെ പോലെ ഞങ്ങളുടെ പ്രൊനൗൺസിയേഷൻ വരെ ഞങ്ങൾ പെർഫെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇവർ അങ്ങനെ ചെയ്തില്ല, ഇവരങ്ങനെ കൊണ്ടുവന്നില്ല എന്ന രീതിയിൽ ഒന്നും കാരണമായി. ജിയോഗ്രഫി ഇപ്പം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ അമേരിക്ക പോയി ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. അതേപോലെ തമിഴ്നാട് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് സംഘടിപ്പിച്ച് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. ഇപ്പം കേരളത്തിൽ ഇപ്പം താങ്കൾക്ക് ഇഷ്ടമുള്ള ആളാണ് പിണറായി വിജയൻ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് സംഭവം. അദ്ദേഹം ഇതേപോലെ പലയിടത്തും പോയിട്ട് കുറച്ച് മലയാളികളെ തട്ടിക്കൂട്ടി പോയിട്ട് തിരിച്ചു വരുന്നേ ഉള്ളൂ. ഇവിടെ സംഭവം എന്തെന്ന് പറഞ്ഞാൽ മലയാളികളുടെ കഷ്ടപ്പാട്, അവർ വിദേശത്ത് കഷ്ടപ്പാട്ട് ഉണ്ടാക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച്, അതാണ് ഇന്ന് വരെ കേരളത്തിനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കണ്ട കേരളത്തിനേക്കാളും ഇന്ന് കാണുന്ന കേരളം ഭയങ്കര വികസനങ്ങൾ നിറഞ്ഞ ഒരു കേരളമായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട് പലതരങ്ങളിലും. പക്ഷേ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റും ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കിയാൽ മലയാളികളുടെ ബ്രെയിൻ ഇൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഈസ് ഫിനോമിനൽ. വെൻ യു ഗോ ടു ബാംഗ്ലൂർ, ഹൈദരാബാദ് പോയാൽ അവിടെ മലയാളി പിള്ളേരവിടെ പഠിക്കാൻ ഇരിക്കുന്നില്ലേ, ഇറ്റ് ഇസ് ബിക്കം വെരി 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 ഫിനോമിനൽ. ദേ ആർ കോമ്പറ്റീറ്റഡ് ടു തമിഴ്. അങ്ങനെയൊക്കെ അവർ വരുന്നുണ്ട്. ആ ഇതിന് എങ്ങനെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീനൊക്കെ നിങ്ങൾക്ക് ഒരു കെട്ടിടം ഉണ്ടായി ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നാൽ മതി, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ക്യാൻ ഗ്രോ. അതൊക്കെ കൾച്ചർ ചെയ്ത് കൊണ്ടുവരുന്നു, അതിനെ പാഠമാക്കി ഇവിടെ കൊണ്ടുവരുന്നു. ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് നമ്മളെ കൊച്ചുവേളി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നിറയെ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ കുറച്ച് വന്നിരിക്കുന്നത്. അതിനെക്കാട്ടിലും ബ്രഹ്മാണ്ഡമായിട്ട് ഹൈദരാബാദ് പോലെ ഇപ്പോൾ സെമി കണ്ടക്ടറിന്റെ 1 lakh crores ഗൂഗിളുടെ കമ്പനി ചന്ദ്രബാബു നായിഡു അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 1 lakh crores. അതുപോലെ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ പറഞ്ഞു. അത് അടുത്ത് വരുന്ന ഗവൺമെന്റ്, സത്യമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇരിക്കൂല എന്ന് വിചാരിക്കുന്നുണ്ടോ. അടുത്ത് വരുന്ന ഗവൺമെന്റെങ്കിലും അതിനെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് നമ്മളെ പോലെ ഇരിക്കുന്ന മറുനാടൻ മലയാളികളുടെ അഭ്യർത്ഥന. വേറെ ആരും ചെയ്യട്ടെ. ഇപ്പം ഈ ലാസ്റ്റ് ചോദ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാം. പ്രകാശന്റെ ധാരണയിൽ വീണ്ടും ഇവിടെ സ്റ്റാലിൻ അധികാരത്തിൽ വരുമോ? തന്നെ വേറെ ചാൻസസ് ഇല്ല. പൂർണ്ണമായിട്ടും അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇല്ല. സെക്കൻഡ് ടേം ഓഫ് പിണറായി വിജയനെ കഷ്ടപ്പെട്ടാണ് പിണറായി വിജയൻ വന്നത്. സെക്കൻഡ് ടേം എടുക്കുമ്പോഴേ ഭയങ്കര കഷ്ടമാണ്. അതിന് തേർഡ് ടേം ഒക്കെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ജയലളിത ഡിഡ് ഈവൻ തേർഡ് ടേം. അങ്ങനെ ഒരു ശ്രമത്തിലാണ് വന്നത്. പക്ഷെ അത് എടപ്പാടിയുടെ കാര്യമായി പോയി. എടപ്പാടി ചെയ്തത് മുഴുവനും മോശമായ കാര്യങ്ങളാണ്. ചേട്ടനും അറിയാം, എനിക്കും അറിയാം എടപ്പാടി എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് അങ്ങനെ ഒരു ഫെയിലിയറാണ് എടപ്പാടിയെ തോൽപ്പിച്ചത്. പിന്നെ ഇപ്പോഴത്തേക്ക് ഈ വിജയുടെ കാര്യത്തിലും വിജയിനെ അറസ്റ്റ് ചെയ്തില്ല. വിജയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പൊളിറ്റിക്കലായിട്ട് സ്റ്റാലിൻ ഒന്നും തന്നെ കൊണ്ടുചെന്നില്ല. അറിയാം സ്റ്റാലിന് അത് അങ്ങനെ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് റിവേഴ്സ് ആവും.
സ്റ്റാലിൻ എന്ന് പറയുന്നത് സോ മെച്യൂർഡ് പൊളിറ്റീഷ്യനാണ്. അച്ഛനെക്കാളിലും മെച്യൂർഡ് പൊളിറ്റീഷ്യനാണ്. അത് കരുണാനിധിയെക്കാട്ടിലും മെച്യൂർഡാണ്. ഒന്നിലും റിസ്ക് എടുക്കൂല. വേഗമായിട്ട് പോയാലല്ലേ നിങ്ങൾക്ക് ആക്സിഡന്റ് വരുള്ളൂ. ഞാൻ വേഗമായിട്ടേ പോകില്ലല്ലോ, പതുക്കെ പോവുള്ളൂ, ഞാൻ റൂൾസിലേ പോവുള്ളൂ. അങ്ങനെ ഒരു വണ്ടി ഓട്ടൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടാവും? ഇഫ് യു ടേക്ക് റിസ്ക് ഓൺലി യു വിൽ മീറ്റ് ആക്സിഡന്റ്സ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാത്ത ഒരു പൊളിറ്റീഷ്യനായിട്ട് അയാളെ ബിഹേവിയർ. എന്നാ വിജയൊക്കെ ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ വിജയൊക്കെ ജയിലിൽ കിടന്ന് കഞ്ഞി കുടിച്ച് ഇന്നൊരു 20 ദിവസം ആയിരിക്കും പഴയ കഞ്ഞി കുടിച്ച് വിജയ്. പക്ഷെ ജയലളിത ഇല്ല. ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ ശങ്കരാചാര്യര് പൊക്കി പൂർണ്ണാകത്തെന്ന് പറഞ്ഞ ജയലളിത. അങ്ങനത്തെ ഒരാളില്ല. അങ്ങനത്തെ ആള് സ്റ്റാലിൻ അല്ല. അതാണ് അതിന്റെ കാര്യം. മെച്ചുവേർഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. See, a dinosaur lost its life, but a cockroach lived millions of years. Survival of the fittest. അതെ 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 അതെ. എനിവേ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇനി ഇടയ്ക്ക് കാണാം. താങ്ക് യു. വണക്കം അണ്ണ. വണക്കം ചേട്ടാ. അണ്ണാന്നവനെ ഞങ്ങൾ ചേട്ടാത്ത വിളിക്കാം. ഓക്കെ താങ്ക് യു.